അതെ, നമ്മൾ മൂന്നാർ പോയി വന്നു. വിഷുവും കഴിഞ്ഞു. അപ്പോൾ മൂന്നാർ പോയി വന്നു കഴിഞ്ഞിട്ടാണ് വിഷു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തേത്. അപ്പോൾ അടുക്കള തോട്ടത്തിലേക്ക് ഞങ്ങൾ പോവാണ്. സമയം 4 മണി നേരമാണ് കേട്ടോ. ഇവിടെ ചോദ്യം പറയണ്ട്, എന്തിനാണ് വിഷുവിൻ്റെ വീഡിയോയിലേ പറയുന്നുണ്ട്, എന്തിനാണ് ഈ എല്ലാവരും പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കണമെന്ന് എപ്പോഴും കണ്ട. ഗേറ്റ് അടയ്ക്കണതിൻ്റെ കാരണം ഇവർ 2 പേരുണ്ട. ഇവരാണ് നമ്മുടെ വീട് കാവൽക്കാർ 2 പേര്. ഇവർ കണ്ണ് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർലി പുറത്തേക്ക് ചാടും. ആ ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്ക് അങ്ങനെ പോകണമെന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തുറക്കുമ്പോൾ നിൽക്കും. ഇപ്പം ഒരു അണ്ണൻ അല്ലൻ ചേട്ടൻ്റെ അവിടുത്തെ മതിലിടിഞ്ഞ് പൊളിഞ്ഞ് വീണതില്ലേ, പൊളിഞ്ഞല്ലോ. എൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തീ റോട്ടിയെ കൊണ്ടിടുന്നുണ്ട്. കാണുമ്പോൾ കുരക്കുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. കാരണം ഗംഭീരമായി മതിൽ ചേറിയാണ്ട് അവിടെ മതിലും പൊളിച്ചു. പറഞ്ഞിട്ടായിരുന്നു, അത് ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ല നിൽക്കണേ. അല്ല, അല്ലെങ്കിൽ അത് ഏത് സമയത്താണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വന്നൂട്ടാ, പോയി വന്നിട്ട് വിഷുവിന് അമ്മയും ആൻറ്റിയൊക്കെ വന്നില്ല. അവർക്ക് കുറേ പച്ചമുളക്, മറ്റേ വെള്ളക്കാന്താരി ഇല്ലേ, അത് കുറേ ഉണ്ടായിരുന്നു. കോവക്കായ, വഴുതനങ്ങ, പിന്നെ ചേട്ടാ കുറേ സാധനങ്ങൾ, ചപ്പുചവറ സാധനങ്ങളൊക്കെ കൊടുത്തു. ചപ്പുചവറ, ചീര. ഇതിൻ്റെ അവസ്ഥ നോക്കിയ ചോളം ഒന്നും ആയിട്ടില്ല. അതിങ്ങനെ എന്താ പറയാ, കൊതി ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഒക്കെ നശിപ്പിച്ചു. നോക്കിയേ, പൊളിച്ചൊക്കെ തവിട്ട് പൊടിയൊക്കെ കണ്ട. ഇവറ്റകൾക്ക് തിന്നാൻ സാധനങ്ങൾ ഇല്ലാണ്ടാണോ? അത്ര ഇവിടെ നിറയെ മാമ്പഴാണ്. എല്ലാത്തിലും ഓരോ മാന്തൽ മാതിയിട്ടാണ്ട് വിട്ട് കളയും. ഇത്രയ്ക്കധികം മാമ്പഴങ്ങൾ നമ്മൾ ആരും തൊടണില്ല. ഇതൊക്കെ ഇവിടെ നിലത്ത് വീണ് കിടക്കുക. ഈ നമ്മുടെ ഇതില്ലേ സരിത, നമ്മുടെ ബട്ടർഫ്ലൈ സിനിമയിൽ ജഗദീഷ് പറഞ്ഞ പോലെയാണ്, എത്ര നല്ല റണ്ണിങ് കണ്ടീഷനിൽ പോയിരുന്ന അടുക്കള തോട്ടായിരുന്നു. അതിൻ്റെ അവസ്ഥ ഉണ്ട്. ഇവിടെ ആകെ തൂറി നശിപ്പിച്ചു വിട്ടുണ്ട്. കിളികളും എല്ലാം നോക്കിയേ, എല്ലാത്തിലും. പിന്നെ അത് മാത്രമല്ല, ഈ ചോളം നോക്കിയേ കിടക്കുന്ന ഇത് എല്ലാം നശിപ്പിച്ചു. ഒരാഴ്ച കൊണ്ടുണ്ടായി അക്രമ. ഇനി ഇതിനെ പഴയ പോലെ ആക്കി എടുക്കണേ എത്ര വലിയ എന്തോരം പണിയെടുക്കണല്ലേ. അണ്ണനെ ഒരു ദിവസം വിളിച്ചാലോ? സുജിതനെ മതി, അണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല. അമ്പോ, സന്തോഷ വാർത്ത. ഇനി നോക്കിയേ, ഇത് കണ്ട, നമ്മുടെ പച്ചമുളക് ഉണ്ടായിരിക്കുന്നു. മറ്റേ ഇത് ബജി മുളക് കണ്ടേ? ഞാൻ ഇന്നലെ കണ്ടത് മറ്റേ സാധനങ്ങൾ പൊട്ടിക്കാൻ വന്നപ്പോ അതെ ഇതുമിലുണ്ടായിട്ടുണ്ട്. എല്ലാം തമ്മിലുണ്ടായിട്ടുണ്ട്. ഇത് കണ്ട, മുളകുകൾക്കൊക്കെ എന്തൊരു വാട്ടം. കണ്ട, ഇതുണ്ടായി നോക്കിയേ. അപ്പം പിന്നെ നമ്മുടെ നന്നായി. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറേ വെണ്ടക്കായ മൂത്തുപോയി, മൂത്ത് ഉണങ്ങി വെണ്ടക്കായകൾ. അയ്യോ, എവിടെ വെണ്ടക്കായ? ചേട്ടൻ പറിച്ചു കളഞ്ഞാ? വെണ്ടക്കായ മൂത്തതൊക്കെ ഞാൻ മുറിച്ചിട്ട് കളഞ്ഞു. എല്ലാം നോക്കിയാ കണ്ട. കണ്ട മൂത്തത്. ഇത് മറ്റേ മറ്റേ സാധനം എന്തിനാ പറയുക, ഭയങ്കര വണ്ണുള്ള വെണ്ടക്കായ. ഇതൊക്കെ വലിച്ചിട്ട് നോക്കിയേ. ഇത് മുന്നൊക്കെ ഇന്നലെ പൊട്ടിച്ചതായിരുന്നു. മറിഞ്ഞു വീണത് മാമനും ആന്റിക്കും അമ്മയ്ക്കും അവർ പൊട്ടിക്കണ്ടായിരുന്നു. നമുക്ക് വല്ല ഈ വടി വെച്ച് കെട്ടാം. ഇത് നോക്ക അവര് നല്ല മിളക് പൊട്ടിച്ചുട്ടാ. ആ മിളക് അവര് കണ്ടില്ലേ? അത് കെട്ടാ. വാടി കട എല്ലാത്തിനും കട ഇളക്കിയേക്കണ് ചേട്ടാ. ഇതിന്റെയും എല്ലാത്തിനും അനക്കം പറ്റിയിട്ട് സംഭവിച്ചു. കണ്ട ഇലകളൊക്കെ നല്ല കൂമ്പി നിൽക്കണ കണ്ട. അല്ല, മിളക് ഇപ്പൊ വാടിയത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇളക്കം പറ്റി. ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു വിഷു. ഇന്നലെ വിഷുവിന്റെ പിറ്റേന്നാണ് അച്ഛനും അമ്മയും ആന്റിയൊക്കെ ഇവിടുന്ന് പോയേ. അവര് പോകുമ്പോ അവർക്ക് ഇതുമെന്ന് ഒരുമാതിരി കുറേ കിട്ടി മുളക്. എന്നിട്ടും കണ്ട ബാക്കിയുണ്ട്. അത് പൊട്ടിച്ചു കൊടുത്തപ്പോൾ ഇത് ഉഷാറായിന്നോടെ നിന്റെ കടതയൊക്കെ ഇളക്കിയേക്കണു. ഇതിന്റെ ഞാൻ അപ്പൊ ഒരു കല്ല് വെച്ചിട്ട് വെച്ചേക്കാട്ടാ. എന്തുട്ടുണ്ടാവോ? നിത്യവഴുതന അടിപൊളിയായിട്ട് നോക്കിയേ. നിത്യവഴുതന പൊട്ടിക്കാണ്ട് മൂത്തു കണ്ട. നല്ല പേര്. ഇതിന്റെ വിത്ത് കണ്ട. ഇതിന്റെ വിത്ത് കണ്ട. ആളുകൾക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനം നിത്യവഴുതന. പക്ഷേ ചില സ്ഥലങ്ങൾ കിട്ടാനില്ല.
നടക്ക്. മണ്ണുത്തിയിലാണ് കിട്ടുക. മണ്ണുത്തിയിൽ തൈ ഉണ്ട് കേട്ടാ. പിന്നെ ഈ വാടുതനിയൊക്കെ അവർ ഇന്നലെ മുറിച്ച് കൊണ്ടുപോയി. വാടുതനിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. പിന്നെ നമ്മൾ നോറ്റ് ഉണ്ടാക്കാൻ നോക്കിയ സാധനം നമ്മുടെ പാലക്ചീരയൊക്കെ ഒരു കുഴപ്പമില്ലടാ. അതിനൊന്നും കുഴപ്പമില്ല. ജ്യോതി ചേച്ചി വന്നപ്പോൾ പാലക്ചീര കൊണ്ടൊക്കെ കുറേ സാധനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ സമയം ഉണ്ടായില്ല. പിന്നെ 2-3 ഐറ്റംസ് മാത്രം ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മുടെ കയ്പക്കായ ഒക്കെ നല്ല ഇതിലേക്കാണ്ട് കയറി പോകുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ചേട്ടൻ വലിയ വളം ചെയ്യണില്ലാന്ന് തോന്നുന്നു. ഞാൻ വലിയ വളം ചെയ്തിട്ടില്ല. ചാണപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചേട്ടന്റെ കമ്പോസ്റ്റ് കൂടി നോക്കിയാൽ 4 അടി താഴ്ച പറഞ്ഞു. ചേട്ടൻ കുത്താൻ പോണില്ല. നേരം കിട്ടിയില്ല എനിക്ക്. അതിന് ശേഷം മൂന്നാർ പോയില്ലേ, വിഷു ആയില്ലേ, എന്തൊരു ചെയ്യാ. എനിക്ക് അപ്പോഴും ഞാനൊരുത്തനുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ, ചേട്ടന് സമയം കിട്ടില്ല. അപ്പൊ അത് വേറെ വല്ലവരും കൊണ്ട് ചെയ്യിപ്പിച്ചാ. അയ്യോ എന്തിട്ട് പറയാ, പടവലങ്ങ പൊട്ടിച്ചു കൊടുക്കായിരുന്നു കേട്ടാ അമ്മക്ക്. അത് പൊട്ടിച്ചോ? ഇത് ചേട്ടൻ പൊട്ടിച്ചോ? വൈകുന്നേരത്ത് ചേട്ടന് മറ്റേ സാധനം പുഴുങ്ങി തിന്നാം. 2 പടവലങ്ങ പൊട്ടിക്കാം. ഇതെന്തത് ഈ പപ്പായ ഇങ്ങനെ ഭയങ്കര നീളൻ പപ്പായ? ഇവിടെയൊക്കെ കാടായില്ലേ? ഏത് കാട്? നോക്കിയേ പുല്ലും കാടായി. അതൊക്കെ ഇനി പണിയോട് പണി തന്നെയാണ്. നോക്കിയേ പപ്പായ തുടങ്ങി. ശ്രമമില്ലാത്ത പണിയിലായിരിക്കും ചേട്ടൻ. പൊട്ടിക്കരുത്. ശരിക്കും തിന്നാൻ പറ്റണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. അപ്പോൾ പഴുത്തിട്ട് പിടിച്ചാൽ പോരെ? ഇത്തിരി കൂടി കളർ വരട്ടെ. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ മറ്റേ കുയിലുകൾ വന്ന് തിന്നൂട്ടാ. കടയ്ക്കും. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് പൊട്ടിക്കാം. അവർക്ക് മാമ്പഴം തിന്ന് മടുത്തിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേറെ സാധനങ്ങൾ കാണുമ്പോഴേ അവർക്ക് തിന്നാൻ തോന്നുന്നത്. പിടിച്ചോ പടവലങ്ങ, നമുക്ക് അവിടെ കൊണ്ടുപോകാം. ഞാൻ പിടിക്കില്ല. അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ പൊട്ടമണ. സോപ്പിട്ട് അടിക്കാനും പോവില്ല. പടവലങ്ങയ്ക്ക് ഒരു മണം. ഇപ്പം ഇതിൻ്റെ അത്ര ഗംഭീരമായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഗംഭീരം എന്നല്ല ഞാൻ പറഞ്ഞ ഒരു ജാതി പച്ചമണം. പിന്നെ വെള്ളം അടിക്കാറായി നമ്മുടെ ഈ അസോളയിൽ കവിഞ്ഞു. അസോളയിൽ തിക്കായി ഇതിന് വെള്ളം അടിക്കണം നിറച്ച്. ചേട്ടൻ്റെ ഒരു കിണ്ണം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എടുക്കായിരുന്നു കൊടുക്കാൻ. പിന്നെ കൊടുക്കാം. ഇതിൽ നിറയെ മാമ്പഴങ്ങൾ വീഴ കണ്ട. ഇതിൽ നിറയെ മാമ്പഴങ്ങൾ വീഴ. ഇവിടെ ഒക്കെ നിറയെ മാമ്പഴങ്ങളാണ്. കണ്ടില്ലേ? ആകെ ചവറായിട്ട് വീണ് നാശമായി. എന്തായാലും വാ അല്ലാൻ്റെ അവിടേക്ക്. ഓലയും ഒക്കെ വീണ് എടുക്കാൻ നിറയെ. അല്ലാൻ്റെ അവിടേക്ക് പോവാ. ഇതുമ്മ ചക്കിണ്ടായി. നോക്കിയേ ഇങ്ങോട്ട്. ഇത് കണ്ടില്ലേ? ഇങ്ങോട്ട് നോക്കിയേ. പ്ലാവുമ്മ ചക്കലുണ്ട്. ഇതേ ചക്കലുണ്ട്. മുകളിൽ ചക്കലുണ്ട്. ഇതുമ്മ ചക്കലുണ്ട. ഒരു ഇത് മാത്രം പൂവാണ്ട് കിട്ടിയില്ലേ? കത്തി കരിഞ്ഞു പോയി നമ്മുടെ 4-5 ചുണ്ടങ്ങിയിൽ ഒരെണ്ണം ഉണ്ടായി. പക്ഷെ പകരം നോക്കിയേ ഇവിടെ എത്ര തൈകൾ മുളച്ചു നോക്കി. 1, 2, 3, 4, 5. പിന്നെ ആ ഉണങ്ങിപ്പോയതിൻ്റെ കടക്കിലൊക്കെ ഇല്ലേ? കടക്കുന്നാണ് ഇത് പൊടിക്കുന്നത്. കണ്ട അടിപൊളിയായിട്ട്. ഇപ്പോൾ ഇത് തല അലക്കി കളയാം, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയാണ് നമ്മുടെ കൃഷി സ്ഥലം, തോട്ടത്തിൻ്റെ അവസ്ഥ. ഇതിനെ ശരിയാക്കി എടുക്കണം. ഒരാഴ്ചക്കുള്ളിൽ ശരിയാവും. ഇത് അടിപൊളിയാവും. ഒരാഴ്ച ചേട്ടൻ്റെ കൃഷിത്തോട്ടം കാണാം. കൃഷിത്തോട്ടമല്ല, അവിടെ മതിൽ പണീൻ്റെ അങ്ങോട്ട് പോയിട്ട് വരാം. അല്ല ഇവിടുത്തെ മത്തങ്ങകളൊക്കെ എന്തായി? അന്ന് കുറേ മത്തങ്ങകൾ ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസമായി പോലെ തോന്നുന്നു അല്ലേ? കുറേ ദിവസമായി. ഇതെന്തിട്ടല്ലേ ചേട്ടൻ്റെ ഉള്ളിൽ നട്ടേക്കണേ? കൂർക്ക നടന്ന ടൈമാണോ ഇത്? കൂർക്കര അല്ല, അതേ മത്തങ്ങ വേണ്ട. മത്തങ്ങകൾ മത്തങ്ങ ഇവിടെ വരണം. ഒരു മത്തങ്ങ പൊട്ടിച്ചിട്ട് നീ മറ്റേ സാധനം ഉണ്ടാക്കിയോ? ഏതാ മറ്റേ സാധനം? നമ്മുടെ ഈ ഇതില്ലേ മുളക് അല്ല ഈ മത്തങ്ങ ആയിട്ടുള്ളത് പാലക്കാട് ഉണ്ട്. വാ പണി നടത്തി വാ. ഇപ്പോഴത്തെ മണി തക്കാളിക്ക് ഒരു ടേസ്റ്റും ഇല്ല. ശരിയാ. അല്ല ഞാൻ വന്നിട്ടില്ലേ? അയ്യോ ഞങ്ങൾ അല്ലേട്ടൻ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് വന്നത്. എന്നിട്ടാ ഞങ്ങൾ വന്നത് അങ്ങോട്ട്. എന്തായാലും അതിൽ പണി തുടങ്ങിയ? അപ്പം അണ്ണനല്ലേ? അണ്ണനുണ്ട് അവിടെ? പോയാ? സുഖല്ലേ ചേച്ചിക്ക്? നല്ല സുഖമുണ്ട് അല്ലേ? ഉറങ്ങിയതാ ഉച്ചക്ക്? ഞങ്ങൾ മതിൽ പൊളിഞ്ഞത് കാണാൻ, അല്ല മതിൽ പണി കാണാൻ വന്നതാ, കെട്ടണത് കാണാൻ വന്നതാ. ഇവിടെ ശരിക്കും പറയുന്നത് ഭയങ്കരമായി പണിയുടെ നടക്കുന്നത് കണ്ടാ നോക്കിയേ.
ഇടിഞ്ഞ് പൊടിഞ്ഞ് വീഴും സരിത. കണ്ട, ഇതാണ് നമ്മുടെ തോട്. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ആ തോടാണ് കേട്ടോ. ഇതിങ്ങനെ പോയിട്ട് വളഞ്ഞിട്ട് അവിടേക്ക് എത്തും. ഇവിടെ ഇറങ്ങാ നീ. ഇറങ്ങാം. പണ്ട് കാലത്തേ ഈ തോട് ഇങ്ങനെയുണ്ട്, ഇങ്ങനെ നീണ്ട് കിടക്കുന്ന തോട് ഇങ്ങനെ അവിടെ നിന്നോണ്ട് ഇവിടെ ഇറങ്ങ്. ഇറങ്ങിക്കോ. ഇറങ്ങണ ഇറങ്ങിക്കോ. ഈ മതിലൊന്നും ഉണ്ടാവില്ല. അല്ല, മതിലൊന്നും ഉണ്ടാവില്ല. മതിലൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്തൊന്നും. ഈ മതിലില്ല. ഇതിങ്ങനെയായിട്ട് നടന്ന് ഈ തോട്ടിയോടെ അങ്ങോട്ട് അറ്റത്തേക്കാണ്ട് പോവാം. അപ്പുറത്തെ പാടത്തേക്ക് എത്തും ഈ തോട്. അപ്പോൾ ഇതിലെ വർഷകാലം ആകുമ്പോൾ ഇതിലെ ഇത്രയ്ക്ക് ഉയരത്തിൽ വെള്ളം വരും. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്നുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃഷി സ്ഥലമാണ്. നെല്ല് കൃഷി ചെയ്യും. അപ്പോൾ എല്ലാ അപ്പുറത്തുള്ളവരും കൃഷി ചെയ്യും, ഇപ്പുറത്തുള്ളവരും കൃഷി ചെയ്യും, എല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്യും. അപ്പോൾ ഈ ഒരു വിധം മറ്റേ ഈ ഓണത്തിൻ്റെ ടൈമൊക്കെ കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് ക്ഷാമം വന്നിറങ്ങും ചെറുതായിട്ട്. ഈ നെല്ലിന് എപ്പോഴും വെള്ളം വേണമല്ലോ. അപ്പോൾ നെല്ലിന് വെള്ളം വേണമെന്നാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കണ്ടങ്ങൾ ഇതാണ്. ഇവിടെ നെൽകൃഷി ഏകദേശം ലെവലാകുമ്പോൾ ഇവിടെ ഒരു തിണ്ട് കിട്ടും, വെള്ളം തടഞ്ഞു നിർത്താം. നമ്മൾ ഈ തടയണ കെട്ടുന്ന പോലെ തന്നെ. അതായത് അവിടെ ആദ്യം കെട്ടണ ഒരു അവിടെ കെട്ടും, പിന്നെ ഇങ്ങനെ കെട്ടും, പിന്നെ ഇങ്ങനെ കെട്ടും. ഇങ്ങനെ കെട്ടി കെട്ടി പോവും ഓരോരുത്തർ. നമ്മൾ കെട്ടും. നമ്മളിവിടെ കെട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ എൻഡ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ പാടത്തുള്ള ഒരു പാടത്തിൻ്റെ അടിയോടെ ഈ തോട് ഇങ്ങനെ പോവുക അപ്പുറത്തെ പാടത്ത്. അപ്പോൾ ഈ കൊച്ചാപ്പിളേരെ അങ്ങനെ കുറേ പേർക്ക് സ്ഥലമുണ്ട്. അപ്പോൾ രാത്രിയിൽ ഈ അവിടുത്തെ കാരണന്മാർ, അവിടുത്തെ പാടത്തുള്ള ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളം അപ്പുറത്തേക്ക് കിടക്കില്ലല്ലോ, അവർ ഈ ബണ്ട് പൊട്ടിക്കാൻ വരും രാത്രിയിൽ. അപ്പോൾ ചെറിയേട്ടനും ഞാൻ ഇവിടെ വന്ന് കിടക്കാറില്ല, രാത്രിയിൽ കാവൽ കിടക്കും ഈ പാടത്ത്. ഇവിടെ ഈ വരമ്പത്ത് ഇവിടെ നെല്ല് വയ്ക്കണം കേട്ടോ. ഈ വരമ്പത്ത് പായിട്ടിട്ട് രാത്രിയിൽ വടിയും ടോർച്ചും മറ്റേ മൂന്ന് ബാറ്ററിയുടെ ടോർച്ചൊക്കെ കെട്ടിട്ട് കാവലിരിക്കുന്ന പോലെ ഇവിടെ കെടുക്കും രാത്രിയിൽ. അത് അവർ വന്ന് ഇടയ്ക്കാൻ നോക്കും. അവിടെ വന്നിട്ട് നോക്കും ഇവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൈക്കോട്ടുകൊണ്ട് ഈ കട പൊട്ടിച്ചിടും. അപ്പോൾ വെള്ളം ഒറ്റ അടിക്കാണ്ട് ഒഴുകിയാണ്ട് പോകും. അവരെ പാടത്തേക്ക് വരും. അവരവിടെ കട കെട്ടിയിട്ടുണ്ടാവും. കടിയല്ല കടയല്ല അല്ല, ഓരോരുത്തരും ആവശ്യം കഴിയുമ്പോൾ നമ്മൾ തുറന്നിടും, ഇട്ട് കൊടുക്കും. പക്ഷേ അതിനെ കാത്തു കെട്ടിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ആവശ്യം വെള്ളമാണല്ലോ. നമ്മുടെ വീട് നിൽക്കണതിൻ്റെ ഏരിയ ഉണ്ട്, അവിടെ പാടത്തിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഇങ്ങനെയുണ്ട് വെള്ളം ഈ തുറന്നിട്ട് ഇങ്ങനെയായിട്ട് വെള്ളം കയറിപ്പോയില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോടിൻ്റെ ആ ഏരിയ ഉണ്ട്, ഇത് അങ്ങനെയായിട്ട് പോയിട്ട് ആ ഏരിയ ഉണ്ട് മേച്ചേരിയുടെ ആവശ്യം. ആ വശത്ത് നമ്മളൊരു കട കെട്ടും. എന്നിട്ട് അതിലെ ആ മേച്ചേരി അതിർത്തി കൂടെ ചാല് ഉണ്ടാക്കിയിട്ട് അത് ഈ ഓൾറെഡി കൃഷിക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ചാല് ഉണ്ടാക്കാൻ ഇതുണ്ട്, നമുക്ക് അധികാരമുണ്ട്. അതായത് വേറെ ആളുകളുടെ സ്ഥലത്തിൻ്റെ അതിർത്തി കൂടെയാണ് ഒരു ആണിച്ചാൽ, ഇത് ഇത്രയ്ക്ക് വീതി ഉണ്ടാവുള്ളൂ, ഇങ്ങനെയായിട്ട് പോവുക. അത് അവിടെ നോട്ടിട്ട് ഇങ്ങനെ നീളത്തിൽ ആ മതിലിൻ്റെ അടുത്തോടെ നമ്മുടെ വീടിൻ്റെ അതിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ അവിടുത്തെ മുകളിലത്തെ നിലത്തിലേക്ക് ഈ വെള്ളം കിട്ടും. അവിടെ കട കെട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നിറയെ പണ്ട് കാലത്ത് കക്കൂസിന്നില്ലല്ലോ, അതിലൊക്കെ തൂറിയിടും. അതൊക്കെ പറയണ വേണ്ട അല്ലേ? അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അവിടുത്തെ നിലക്കാർക്ക് കട കെട്ടണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവർ കട കെട്ടാണ്ടിരിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ചാലിൽ അച്ഛനും എല്ലാവരും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാല് ഉണ്ടാക്കണതേ. കാരണം ഒരു മണ്ണ് പൊത്തി നല്ല ഭംഗിയിലാക്കണം, നമ്മൾ തന്നെ ആക്കണം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ വെച്ചാൽ അവരെ കൃഷി സ്ഥലത്തേക്ക് ഇതിലെ ഓരോ ഓട്ട കുത്തും. ഈ അടിപ്പണി ഒരു പണി എടുക്കാണ്ട് അവരെ നിലത്തിലേക്ക് വെള്ളം വരുന്ന പരിപാടി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടുത്തെ. പിന്നെ ഇവിടുത്തെ എന്താ വെച്ചാൽ വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോട് ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കും, നല്ല വൃത്തിയായിട്ട് കെട്ടി കിടക്കട്ടെ. ആളുകൾ ഇതിലെ പണ്ട് കാലത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ആ കരയിൽ നിന്ന് ഇങ്ങനെ പാടത്തോടെ നടന്ന് പോകുമ്പോൾ കണ്ടില്ലേ ഓരോ വഴികൾ കണ്ടില്ലേ? കാളവണ്ടിക്ക് പോകുമ്പോൾ ഒരു വഴി, ആളുകൾ പാടത്തോടെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴുള്ള വഴികൾ, ഇങ്ങനത്തെ വഴികളുണ്ട്. ഈ തോട്ടിലായിരിക്കും ഓട്ടപ്രാന്തി നടത്തുക. ആ സമയത്ത് വീതി ഇപ്പോൾ കൂടുതലാ. അന്ന് എല്ലാവരും ചെറുതുകളല്ലേ, അന്ന് നമുക്കത് വലിയ സംഭവമായിട്ട് തോന്നും, വലിപ്പം തോന്നും. അപ്പോൾ ഓരോരുത്തർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടപ്രാന്തി കളിക്കും. അവിടെ നോട്ടിട്ട് അവിടെ വരെ ആരാണ് ഓടിയത് ആദ്യം. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഈ ലോറികളുടെ വണ്ടികളുടേതാണ്. വലിയേട്ടൻ ടാറ്റ കമ്പനിയുടെ വണ്ടി, ചെറിയേട്ടൻ ലൈലൻഡ്, അല്ലേട്ടൻ ഫർഗി എന്നുണ്ട്, ഫർഗോ വണ്ടി.
ഇങ്ങനെ ഓരോരുത്തർ ഇട്ടിട്ട് ഓട്ടപ്രാന്തി ആരാണ് ആദ്യം അവിടെ നിന്ന് ഇവിടെ വരെ ഓടിയെത്തുക. എന്തെല്ലാം കളികളായിരുന്നു. പിന്നെ ഇങ്ങനെ ആളുകൾ ഈ തോട്ടിയോടെ ഇങ്ങനെ നടന്ന് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞില്ലേ, ഈ പൂരക്കാലാവല്ലോ, കുമ്പളിപ്പൂരം, കുമാരൻ്റെ പൂരം, കൊണ്ടോടി പൂരമായി കഴിഞ്ഞിട്ട് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്തിനാണെന്നറിയൂ, കുറേ നാളത്തേക്ക് ഈ തോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല. ഈ തോട്ടിയോടെ അതായത് പൂരത്തിന് വരുന്ന കൊട്ടുകാരൊക്കെ ഇല്ലേ, കൊട്ടുകാർ, കൊമ്പ്, കുഴൽ, അവർക്ക് കക്കൂസി പോകാനായിട്ട് സ്ഥലമില്ലല്ലോ. പൂരത്തിൻ്റെ അന്ന് രാത്രി നേരം വെളുക്കുമ്പോൾ തലയോടെ കച്ചവടക്കാർ തലയോടെ മുണ്ടിട്ടിട്ട് ഒക്കെ ഈ വെള്ളം മുണ്ടെടുത്തിട്ട് ഈ തോട്ടിയെ വന്നിട്ട് വരി ആയിട്ടാണ് ഇരിക്കും. പിന്നെ കുറേ നാളത്തേക്ക് ഈ തോട്ടി കൂടെ ഞങ്ങൾക്ക് ആർക്കും നടക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ തോടിനുണ്ട്. ഈ തോടിന് മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ വക സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പരിപാടികളുണ്ടാവും. ആ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതതിൻ്റെ മറ്റേ ഒല്ലുപള്ളി പെരുന്നാളുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗുവിൻ്റെ മറ്റേ സ്കൂളിൻ്റെ പണ്ടത്തെ ഒല്ലൂർ ഗവൺമെൻറ് സ്കൂള്, ആ സ്കൂളിൻ്റെ ഈ ക്ലാസ് മുറികളിലും സൈഡിലൊന്നും ആളുകൾ കിടക്കാൻ പറ്റില്ല. ക്ലാസ് മുറികൾ ഭയങ്കര അങ്ങനെ ഒരു വൃത്തികേടുണ്ട്. കാരണം ഈ കച്ചവടക്കാർ ഇവർക്കൊക്കെ അവർക്കൊന്നും ഇരിക്കാൻ ഈ രണ്ടിന് പോകാനും ഇതിനും പോകാനും സ്ഥലമൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു ഇത്. അങ്ങനെ തോടിൻ്റെ കഥ അങ്ങനെയാണ്. കഥ അല്ലേ ഇത് പറയട്ടെ. അല്ലൻ ചേട്ടൻ്റെ ഇവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതാണ്. ചെറിയേട്ടൻ്റെ അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് ചെറിയേട്ടൻ പൊളിക്കുകയാണ്. പൊളിച്ചെടുക്കേണ്ടതേ ഇഷ്ടികകൾ പൊളിച്ച് എടുത്തു വയ്ക്കുന്നത് കണ്ട. അയ്യോ വീടല്ലേ, അത് കുഴപ്പമില്ല. അതെന്താ വെച്ചില്ലേ, ഇതിവിടെ ചെരിവ് വേണ്ട, നോക്കിയേ ഭയങ്കര താഴ്ചയെ കണ്ട. ഇത് മതിൽ കണ്ട ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട, ആ ചെരിവിനെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്കാണ്ട് കയറാം. അല്ലേണ്ട ഇത് അല്ലാണ്ട മറ്റേ ഇത് നാരങ്ങാരിയാണ് കേട്ടാ. കണ്ടമാനം നാരങ്ങ ഉണ്ടാവണം. നാരങ്ങയാണ് ഇത്, അല്ല നാരകം. എന്ത് കഷ്ടമല്ല ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത് അല്ലേ. ചേച്ചി മോളിക്ക് ഷീറ്റാണോ ആക്കാൻ പോണേ? എന്തിന്റെ മുകളിൽ ഷീറ്റ് എന്ന് പറഞ്ഞു പാപ്പന്റെ അവിടത്തെ പോലത്തെ ഷീറ്റാണ് ആക്കാൻ പോണ മോളിക്ക്. അപ്പൊ ഞാനും വിചാരിച്ചു പിന്നെ വെയിറ്റ് വരില്ലല്ലോ, ഇനി വീഴാണ്ടിരിക്കാൻ അതാവും ആക്കണേന്ന്. എന്തിന്റെ മുകളിൽ ഷീറ്റ്? തറ കെട്ടിയിട്ടേ തിണ്ട് മാത്രം കെട്ടിട്ട് അതിന്റെ മുകളിലേക്ക് സജീവം ചെയ്തിട്ടില്ലേ, ഷീറ്റ് വെച്ചിട്ടില്ലേ സജീവൻ പണിസ്ഥലത്തിന്റെ. അങ്ങനെയാ ചെയ്യാൻ പോണേ വലിശെന്ന് പറഞ്ഞു ജഗ്ഗു വന്നിട്ട്. ഇല്ല അല്ലേ? അല്ലേ? അപ്പൊ അത് പറയണ കേട്ടിട്ടുണ്ടാവും. അതോ അങ്ങനെ പറഞ്ഞു. അത് ചെലവ് കൂടുതലാ അല്ലേ? ചെലവ് കൂടുതലല്ലേ ചേച്ചി? നനയ്ക്ക് ചേച്ചിനെ കണ്ടാൽ ഇതിനപ്പ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോകും. അല്ലേടാ പ്ലോരെ അപ്പോൾ വരുമോ? ഞങ്ങൾ തോടിൻ്റെ കഥ പറയായിരുന്നു. വണ്ടി വെച്ചിട്ടുണ്ടല്ലേ നെല്ല് പണി? ചെറിയേട്ടൻ്റെ പറമ്പിൽ പണി എടുക്കണ്ടായിരുന്നല്ലോ. ആ പേളി വന്നില്ല. പേളി പുല്ലിനാണ്. പുല്ല് തിന്നാൻ പോയിരുന്നേക്കവള്. വയറുവേനുണ്ടോ പേളിക്ക്? പുല്ല് തിന്നാണ് കണ്ടത്. വെള്ളം കുടിക്കുന്നു. താങ്കൾ ആരാണ്? താങ്കൾ എനിക്കറിയില്ലല്ലോ. ആലുവ പൂരപ്പറമ്പിൽ കണ്ട പരിചയം, മണപ്പുറത്ത് കണ്ട പരിചയം പോലില്ലേ പേളിക്ക്? ഉണ്ട്. ചെറിയേട്ടൻ്റെ പൈനാപ്പിൾ തോട്ടം അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയേട്ടൻ്റെ സ്ഥലത്ത് കിടന്നു കൂട്ടാ. എനിക്കേ പൈനാപ്പിൾ അടിപൊളിയുണ്ട്. എല്ലാം നല്ല വളർച്ചയുണ്ടല്ലേ. എവിടെ ചെറിയേട്ടൻ? അവിടെ കണ്ടു ഞാൻ. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കണു. ഇവിടെ ഉണ്ടായിക്കണു. പിന്നെ എവിടേക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. പപ്പായ ഉണ്ടായി നിൽക്കുന്നു. ചെറിയേട്ടനല്ലെങ്കിൽ ഫ്രൂട്ട്സിനോടെ താല്പര്യം. അപ്പം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അത്യാവശ്യം അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. പൊളിക്കോ? അല്ലാന്ന് ഇത് മൊത്തം അടിവരെ പൊളിക്കണ്ട. അപ്പൊ ചെറിയേട്ടൻ കൂടെ ബക്കറ്റും കൊണ്ട് വെള്ളമൊക്കെ പറ്റിയില്ലോ തോട്ടത്തെ. ശരി. അപ്പൊ ഇത് ഇനി ഇങ്ങനെ തന്നെ കിട്ടണത്? അത് മറ്റേ ഷീറ്റാ? AC ബ്ലോക്ക് തന്നെയാണോ? അല്ല, ഈ പൊളിച്ചെടുക്കണ കട്ടോണ്ട് തന്നെയാവൂല്ലേ?
അല്ല അത് പൊളിച്ചത് അടുക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അവൻ തട്ടിയിടില്ല, വീണതല്ല ഒറ്റടിക്ക്. ആ ഇത് ഞങ്ങൾ അടിച്ച് പൊളിക്കണതല്ലേ. മറ്റേ വീണ് പൊളിയുമ്പോ എന്തായാലും ഞങ്ങൾ സിമെന്റിന്റെ പൊടി വന്ന കാരണേ ഇതിന്റെ വളർച്ച ചീരാരി ഇതിൻ്റെയൊക്കെ വളർച്ച അല്ലേ വേണ്ട. ഞാൻ സിമെന്റ് പൊടി കളയാൻ അവര് അപ്പൊ അവര് മോട്ടോർ വന്നത് നമുക്ക് നനയ്ക്കാതെ മതി. ചെറുേട്ടനെ നനയ്ക്കണ രീതി കണ്ടാ, എല്ലാത്തിൻ്റെ കടക്കെ മാത്രം ഇത് നോക്കിയേ വളർച്ച നല്ലത്തിന് ആ. അതുപോലെ അതിന് ചാലില്ല പയറക്കണം. കറക്റ്റാ ചാലില് മാത്രം വെള്ളം. നല്ല വെയില്, നല്ല ചൂടില്ല. അതന്നെ എന്തൊരു ചൂടാ. എന്നാലും അങ്ങനെ ഒരു പ്രദർശനം കഴിഞ്ഞു. ചേച്ചി ഈ വീഡിയോ കണ്ടാ സ്വർണം? അടിപൊളി നെക്ലസുകളുണ്ട് ചേച്ചിയെ. 18,000 ഇഷ്ടായിന്നാ. ഓ എന്തോരം മോഡലുകളാ. ഇത്